ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ കരുണയുടെ തിരുനാളിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നേ ദിവസം നമ്മളെ ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥന കരുണയുടെ ആയുധം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറിയിൽ 146 ഖണ്ഡികയിൽ വിശുദ്ധ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: പ്രാർത്ഥന രക്ഷയ്ക്കുള്ള ശക്തമായ ഒരു ആയുധമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നോക്കിയാൽ പുറത്ത് എല്ലാം വളരെ മനോഹരമായിട്ട് നടക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഉള്ളിൽ ഒരു പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. നല്ലവനാകണം, നല്ലത് ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ള ഒരു പോരാട്ടം. മറുവശത്ത് നമ്മളെ തെറ്റിലേക്ക് ക്ഷണിക്കുന്ന മറ്റൊരു ശക്തിയും. ഈ ശക്തികൾക്കിടയിൽ ജീവിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും തീരുമാനിക്കുന്നു, ഞാനിനി മാറും, ഞാനിനി പാപം വിട്ട് ഉപേക്ഷിക്കും എന്നൊക്കെ. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഈ പാപാവസ്ഥയിലേക്ക് തന്നെ വീണു പോകുന്നു. സ്നേഹമുള്ളവരെ, ഇതിന് മെയിൻ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ കുറവ് കാരണമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയുമ്പോഴാണ് പാപ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ പറയാറില്ലേ, പ്രാർത്ഥനയില്ലാത്ത ജീവിതം ആയുധമില്ലാത്ത യുദ്ധം പോലെയാണ് എന്ന്. വീണ്ടും ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറിയിൽ നമ്മൾ കാണുന്നുണ്ട്, ഏത് അവസ്ഥയിലായിരുന്നാലും ഓരോ ആത്മാവിനും പ്രാർത്ഥന അനിവാര്യമാണ് എന്നുള്ളത്. നീ വിശുദ്ധനാണെങ്കിൽ നീ പ്രാർത്ഥിക്കണം, അത് നിലനിർത്താനായിട്ട്. നീ വിശുദ്ധിയിലേക്ക് നടക്കാൻ പരിശ്രമിക്കുന്നവനാണെങ്കിൽ നീ പ്രാർത്ഥിക്കണം, അത് നേടാനായിട്ട്. നീ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ നീ പ്രാർത്ഥിക്കണം, വീണ്ടും അതിൽ വീഴാതിരിക്കാനായിട്ട്. നീ പാപത്തിൽ കഴിയുന്നവനാണെങ്കിൽ നീ പ്രാർത്ഥിക്കണം, അതിനെ അതിജീവിക്കാനായിട്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയാറില്ലേ, ഒരു ചെറിയ കൃപ നേടണമെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥന എന്നത് വെറും വാക്കുകൾ പറയുന്നതല്ല, അത് ദൈവത്തോടുള്ള ഒരു ഹൃദയബന്ധമാണ്. ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നത് പോലെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു വലിയ സത്യം മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥന എന്നത് കരുണയുടെ വലിയ ഒരു ആയുധമാണ്. സ്നേഹമുള്ളവരെ, അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചു നോക്കാനായിട്ട് പോവുക. പ്രാർത്ഥന മറ്റുള്ളവരിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് നമ്മളിൽ തന്നെ ആദ്യം മാറ്റം വരുത്തുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈശോ വചനത്തിലൂടെ നമ്മളോട് പറയുക, ശത്രുക്കൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന്. സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ പ്രാർത്ഥനയിലൂടെ അത് സാധ്യമാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന നമ്മെ ദൈവത്തിൻ്റെ കരുണയോട് അടുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ എന്നത് ഒരു ഉറവയാണ്. ആ ഉറവയോട് നമ്മൾ ചേർന്നിരുന്നാൽ നമ്മളിലും കരുണ ഉണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ലോകം ശക്തിയെയും പ്രതികാരത്തെയും ഒരു ആയുധമായിട്ട് കാണുന്നു. പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുധം എന്നുള്ളത് അവൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനയിലൂടെ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ കരുണ തിരുനാളിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും പ്രാർത്ഥനയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓർക്കുക, നമ്മുടെ കൈകളിൽ ആയുധങ്ങൾ ആവശ്യമില്ല, ഹൃദയത്തിൽ പ്രാർത്ഥന ഉണ്ടായാൽ മതി. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.